के ऊपर प्रभु की बहुतायत से प्रेम हो। हालेलुया प्रभु बहुतायत से दया हो। हालेलुया प्रभु सबके ऊपर दया करे, करुणा करे। आपको मेरी आवाज सुनाई दे रहा है? हाथ दिखाइए। बिल्कुल, बहुत अच्छा। प्रभु सभी के ऊपर दया करे, आशीष करे। हालेलुया। आज हमारे बीच में वचन बोलने के लिए आया प्रिया जिस्मो जोसेफ पास्टर है। वो इंडियन पेंटेकोस्टल चर्च ऑफ इंडिया का एक पास्टर है जो हमारा केरल में सेवकाई करता है। ये जब वचन पढ़ते थे हमारे साथ बाइबल स्कूल में पढ़ा था। प्रभु को दास को बहुतायत से प्रभु ने इस्तेमाल करते हैं। पहले नॉर्थ इंडिया में भी आया हुआ है। हालेलुया। आज उनको हमारे बीच में वचन बोलने के लिए प्रभु ने अवसर दिया। प्रभु को धन्यवाद करता हूँ। आयो सभी के ऊपर प्रभु का अभिषेक, प्रभु की दया करुणा होने के लिए मैं प्रार्थना करता हूँ। सभी लोग प्रार्थना पूर्वक बैठे, प्रभु सबके ऊपर दया करने पाए। आज പ്രഭു കർത്താവിന്റെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വചനം സംസാരിക്കുവാൻ കടന്നു വന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അരുളിപ്പാട് എന്തുണ്ടെന്നായിരുന്നാലും അടുത്ത 3/4 മണിക്കൂർ 45-50 മിനിറ്റ് ഞങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ള സമയമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ മസീഹ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. യേശു മസീഹ് की मीठा और पवित्र नाम में सबको वंदन देता हूं. പ്രത്യേകാൽ ഇങ്ങനെ ഒരു അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. आज मुझे ये अवसर मिला, ये सर्वशक्तिमान परमेश्वर को मैं धन्यवाद करता हूं. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ എനിക്ക് ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ പ്രിയ ജോസ് ചായനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി ഓർപ്പിക്കുന്നു. ये सेवकाई मुझे आज सौंपा गया. पूरा कलसिया रेणुकोट की कलसिया का हर एक प्रभु का दासों को मैं धन्यवाद करता हूं. ഞാനും ജോസ് ചായനും ഒരുമിച്ച് സെമിനാരിൽ പഠിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. सेमिनारी में एक साथ हमको वचन पढ़ने का मौका मिला. വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. अलग अलग जगह में प्रभु की सेवकाई में हम है. ദൈവം ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കും ദൈവിക കരുണകൾക്കുമായിട്ട് പ്രത്യേക ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर जो हमारे जीवन में जो कार्य करता है हर एक उपकारों के लिए मैं प्रभु को धन्यवाद करता हूं. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ജോസ് ചാനെ ഫോണിൽ എന്നെ വിളിക്കുവാനും ഇങ്ങനെ ഒരു മീറ്റിംഗിനെ കുറിച്ച് പറയുവാനും ഇടയായി. कुछ दिन पहले मेरा प्रभु का दास के साथ मेरा भेंट हुआ. प्रभु का वचन के बारे में, ये सेवकाई के बारे में मुझे बताया गया. ഈ രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങളും വളരെ സന്തോഷമാണ്. हम भी पारिवारिक तौर से आपके बीच में हैं, इसलिए बहुत खुश हूं. പ്രത്യേക ഈ മീറ്റിംഗിനെ ഓർത്ത് ചില ദിവസങ്ങളായി പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ये मीटिंग के वजह लिए प्रार्थना करने के लिए बहुत दिन से प्रभु ने जब से इसके बारे में सुना है मुझे अवसर मिला. നാം പാർക്കുന്ന രാജ്യം വളരെ ഭയത്തിലൂടെ ഭീതിയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണിത്. हमारी जो देश है हम बहुत भय और डर के साथ ये जीवन अभी चल रहा है. COVID-19 എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തിലും വളരെ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. जो कोविड करके जो महामारी है हमारा देश में भी बहुतायत से फैल रहा है. അതിന്റെ നടുവിലും ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളിൽ പരിപാലിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इसके बीच में प्रभु हमको पाल रहा है. मैं इसलिए प्रभु को धन्यवाद करता हूं. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ അല്പനേരം ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് കടന്നു വരാം. आज प्रार्थना के साथ हम थोड़ी देर प्रभु की वचन के सामने आए. നിങ്ങളായിരിക്കുന്ന എല്ലാ ശുശ്രൂഷാ തലങ്ങളിലും ചർച്ചകളിലും ഭവനങ്ങളിലും സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. जहां भी आप रह रहा है, प्रभु का भवन में हो, प्रभु का घर में हो, हर जगह प्रभु आपको अच्छा से प्रभु की सामर्थ्य से भरने पाए. അല്പനേരം നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ളതിനെ കുറിച്ചാണ്. थोड़ी देर आपके बीच में वचन का मनन करने के लिए प्रभु ने मुझे दिया हुआ विषय है प्रार्थना. പ്രാർത്ഥനയ്ക്ക് പ്രധാനമായി 3 തലങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. प्रार्थना के लिए 3 मंडप है. प्रभु ने वचन के अनुसार हमको शिक्षा दिया है. ഈ രാത്രി അതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവെക്കുന്നത്. आज रात को
आप लोगों के बीच में इसी के बारे में मैं बोलना चाहता हूं। വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദവാക്യം ഈ രാത്രി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर की पवित्र वचन से एक वचन मैं पढ़ना चाहता हूं. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം, प्रेरितों का काम 12 अध्याय 5-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും. 5 वचन और 10 वचन मैं पढ़ना चाहता हूं. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 5-10 വാക്യങ്ങൾ. 5 और 10 12 का 5 और 10. 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 5वां वचन इस तरीके से पढ़ते हैं. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. बंदीगृह में पत्रोस की रखवाली हो रही थी, परंतु कलीसिया उसके लिए लव लगाकर परमेश्वर से प्रार्थना कर रही थी. 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 10वां वचन इस तरीके से पढ़ते हैं. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വയവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. तब वे पहले और दूसरे पहरे से निकलकर उस लोह के फाटक पर पहुंचे जो नगर की ओर है. वह उनके लिए आपसे आप खुल गया और वे निकलकर एक ही गली होकर गया. इतने में स्वर्गदूत उसे छोड़कर चला गया. പ്രധാനമായി 3 വിഷയങ്ങൾ പ്രാർത്ഥനയോടനുബന്ധിച്ച് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. इसके अंदर 3 बातों को हम प्रार्थना का विषय में हम देख सकता है. ഒന്നാമതായി പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു. सबसे पहले है प्रार्थना के लिए एक विषय होता था. 2 പ്രാർത്ഥനയ്ക്ക് അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. दूसरा है बहुत मन लगाकर प्रार्थना किया. 3-ാമത് ജീവനുള്ള ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു. तीसरा है जीवित खुदा से उन्होंने प्रार्थना किया. നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. हम सब लोग प्रार्थना करते हैं. ഉലകത്തിലുള്ള സകല ആളുകളും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. दुनिया का तकरीबन सभी लोग प्रार्थना करने वाला लोग है. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെടേണ്ട അതിപ്രധാനമായ കാര്യം, ഒന്നാമത് നാം ദൈവത്തോടായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. हमारा प्रार्थना के अंदर सबसे खास बात है सर्वशक्तिमान परमेश्वर से हमको प्रार्थना करना चाहिए. രണ്ടാമതായി നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരിക്കണം. सबसे पहला है हम किसी विषय के लिए ही प्रार्थना करें. മൂന്നാമതായി ശ്രദ്ധയോടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാവണം. तीसरा है मन लगाकर प्रार्थना करें, लव लगाकर. ഈ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നാണ് ദൈവത്തിന്റെ ഒരു മറുപടി വെളിപ്പെട്ടു വന്നത്. यहाँ हम देख सकता है बहुत जल्दी परमेश्वर का उत्तर इस प्रार्थना के ऊपर उतर आया. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. प्रेरितों का काम है हम देख सकता है परमेश्वर की आत्मा का कार्य है जो वहां हम देख सकता है. ഇവിടെ പത്രോസിന് വേണ്ടി സഭ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോരുകയാണ്. यहाँ हम देख सकता है प्रेरित पत्रोस के लिए कलीसिया लव लगाकर प्रार्थना कर रहा है. കേവലം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല. कोई एक विषय के लिए वो लोग थोड़ी देर प्रार्थना किया, उसके बाद समाप्त नहीं किया. അവരുടെ പ്രാർത്ഥന അവസാനിച്ചത് പ്രാർത്ഥനയുടെ മറുപടി അവരുടെ പ്രാർത്ഥനാ റൂമിന്റെ വാതിക്കൽ മുട്ടിയതിനു ശേഷമാണ്. हालेलुया. वो लोग प्रार्थना तब कदम किया जब प्रार्थना का उत्तर उनके सामने दरवाजे पर खटखटाना किया, तब वो लोग प्रार्थना बंद किया. നമ്മുടെ പ്രാർത്ഥനാ തലങ്ങൾ പലപ്പോഴും മറുപടി നമ്മുടെ വാതിക്കൽ വെളിപ്പെടുന്നതിന് മുമ്പേ നാം പ്രാർത്ഥനാ പായിൽ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ്. बहुत बार हम प्रार्थना करते हैं, लेकिन हम थोड़ी देर प्रार्थना करके प्रार्थना का उत्तर जब तक नहीं मिलता उससे पहले हम उठकर चले जाते हैं. ഈ രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള അതിപ്രധാനമായ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. आज रात को मैं आपको बहुत जरूरी बात ये कहना चाहता हूं. നാം ശ്രദ്ധയോടെ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ
നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടി താമസിക്കാതെ നമ്മുടെ ഭവനത്തിനകത്ത് എത്തിച്ചേരും. आप अगर लव लगाकर मन लगाकर और निरंतर आपके विषय के लिए प्रभु के सामने अगर घुटना टेकेगा तो आप जरूर अपनी आंखों से आपकी प्रार्थना का उत्तर आप देखोगे. നാം പല വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. आप अपने जीवन की जरूरत विषयों के लिए बहुत दिन से आप प्रार्थना जरूर कर रहा होगा. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ശുശ്രൂഷ ഒന്ന് മുന്നേറാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. प्रभु ने हमको सौंपा हुआ सेवकाई को बढ़ाने के लिए हम बहुत दिन से प्रार्थना में. നാളുകളായി നമ്മൾ പലരും രോഗികളാ. നമ്മുടെ ഭവനത്തിനകത്ത് രോഗം മാറാൻ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ രോഗം മാറാൻ പലപ്പോഴും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. हमारा खास लोगों का बीमारी चंगा होने के लिए बहुत दिन से हम प्रार्थना जरूर कर रहा है. പലരും സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. अपनी जीवन की आर्थिक अवस्था की उन्नति के लिए जरूर आप प्रार्थना कर रहा है. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ശ്രദ്ധയോടെ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ എത്ര നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? आज रात को परमेश्वर की आत्मा वचन के द्वारा आपसे पूछ रहा है, आप मन लगाकर लव लगाकर आपकी विषय के लिए आप कितनी देर प्रार्थना करता है. ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളത്. हो सकता है आप अकेला होगा, आपका विषय के लिए प्रार्थना करता होगा. നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനാ സ്ഥലങ്ങളിൽ ഒരു ആത്മാവിനെ പോലും കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. हो सकता है आपका विषय होगा कि आप जहां सेवकाई करता है एक भी लोग बच नहीं पा रहा है. എന്നാൽ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ ഒരു മറുപടിയുമായി സ്വർഗം നമ്മുടെ അരികിൽ ഇറങ്ങി വരും. अगर आप मन लगाकर लव लगाकर परमेश्वर के सामने अगर आप प्रार्थना अगर करेगा तो आपकी प्रार्थना का उत्तर लेकर स्वर्ग आपके लिए उतर आएगा. പ്രാർത്ഥിക്കുന്നതിൽ നാം മടുത്തു പോകരുത്. प्रार्थना करने में आप मन कमजोर ना हो. പ്രാർത്ഥിക്കുന്നതിൽ നാം ക്ഷീണിതരായി തീരരുത്. प्रार्थना के लिए आप थके ना पाए. ഇവിടെ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു പോരുമ്പോൾ यहाँ हम देख सकता है कलीसिया पत्रोस के लिए मन लगाकर लव लगाकर प्रार्थना कर रहा था. മറുപടിയുമായി സ്വർഗത്തിലെ ദൂതൻ പത്രോസിന്റെ അരികിൽ ഇറങ്ങി വന്നു. उत्तर लेकर देख सकता है पत्रोस की बंदी गृह में स्वर्गदूत उतर आया. ഈ രാത്രി വിശ്വസിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ? आज रात को इस बात को आप विश्वास कर पा रहे हो क्या? ഈ രാത്രി ഞാൻ ഈ സൂം മീറ്റിംഗിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ आज रात को आप प्रभु का दास ये जूम मीटिंग में जब कार्य सेवकाई कर रहा है, ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മീതെ സ്വർഗത്തിന്റെ ദൂതന്റെ കരം വെളിപ്പെടാൻ പോവാ. आज आप बहुत दिन से जो लगातार प्रार्थना कर रहा है उस विषय के ऊपर परमेश्वर का स्वर्गदूत आज ही उतर आ रहा है. ഈ രാത്രി എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം എന്റെ അരികിൽ ഇറങ്ങി വരാൻ പോവാ. आज रात को आपको चंगाई देने वाला एक स्वर्गदूत आपके बीच में उतर आ रहा है. ഈ രാത്രി എന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യാൻ പോകുകയാ. आज आपकी परिवार के अंदर परमेश्वर चमत्कारी कार्य करने जा रहा है. എന്റെ കണ്ണുനീരെല്ലാം സ്വർഗം ഇന്ന് രാത്രി മാറ്റുന്ന രാത്രിയാ. आज आपकी आंसुओं को प्रभु पोंछ डालने वाला दिन है. ഈ രാത്രി എന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കരുതുന്ന രാത്രിയാ. आज आपकी पीढ़ियों के लिए बंदोबस्त करने वाला सर्वशक्तिमान यहोवा यीरे आपके पास आ रहा है. ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന സഭയെ നാം കാണുമ്പോൾ മറുഭാഗത്ത് വിഷയത്തിന്റെ മീതെ ഇറങ്ങുന്ന ഒരു ദൂതനെ നാം കാണുകയായി ഈ രാത്രി. एक जगह पर परमेश्वर का स्वर्गदूत उतर आ रहा है, एक जगह पर प्रभु कलीसिया प्रार्थना में लवली लगा रहा हुआ है. പത്രോസിനെ തടവിൽ ഹേരോദാവ് സൂക്ഷിക്കുമ്പോൾ हम देख सकता है पत्रोस को हालेलुया हेरोदा राजा ने बंदी गृह में हालेलुया संभाल रहा है. അവന്റെ ഇടത്തും വലത്തുമായി പടയാളികളെ കാവലാക്കിയിട്ടുണ്ട്. उनके दाहिने और बाएं हालेलुया चरवा लोगों को उनको देखभाल करने वालों को रखा हुआ है.
പല വാതിലുകൾ അവന്റെ മുൻപിൽ അടയപ്പെട്ട് കിടപ്പുണ്ട്. बहुते दरवाजे उनके सामने बंद पड़ा है, എന്നാൽ അടഞ്ഞ വഴി സ്വർഗത്തിലെ ദൈവത്തിനൊരു വിഷയമായില്ല. देखो वहां हम देख सकता है, हालेलुया, जो बंद हुआ रास्ता प्रभु के लिए कोई रुकावट नहीं था. ഇടതും വലതും കിടക്കുന്ന പടയാളികൾ അല്ലെങ്കിൽ കാവൽ നിൽക്കുന്ന പടയാളികൾ, പട്ടാളങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിനൊരു വിഷയമല്ല. आपके दाहिने बाएं जो बंदी गृह में जो हालेलुया जो देखभाल कर रहा है, वो प्रभु के लिए वो लोग कोई का मतलब का नहीं है. ഇടത്തും വലത്തും കടക്കുന്ന വ്യക്തികൾ ചലനം പോലും അറിയാതെ സ്വർഗത്തിന്റെ മറുപടി പത്രോസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. हालेलुया, दाहिने बाएं जो लोग खड़े थे, हालेलुया, जो पहरा कर रहे थे, वो लोगों को बिना जानकारी होते हुए परमेश्वर का स्वर्गदूत प्रिय पत्रोस के लिए उतर आया है. ഇന്ന് രാത്രി ആരും അറിയാതെ ഒരു വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കപ്പെടും. आज रात को कोई बिना जानकारी से तेरे घर के अंदर एक छुटकारा उतर आ रहा है. ആരുടെ കരവും നിനക്ക് വേണ്ടി അനുകൂലമല്ലെങ്കിലും ഈ രാത്രി സ്വർഗത്തിന്റെ കരം പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിൽ ഇറങ്ങും. किसी का हाथ तुम्हारे पक्ष में ना हो, अगर तू प्रार्थना करने वाला व्यक्ति हो, स्वर्गीय हाथ तुम्हारे लिए बढ़ रहा है. കാവലായി ഉണർന്നിരുന്ന കാവൽക്കാരറിയാതെ, അവൻ പത്രോസിന്റെ അടുത്ത് കടന്ന ഒരു വ്യക്തിയും അറിയാതെ പത്രോസിന് വേണ്ടി ഈ രാത്രി വിടുതൽ ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനമേ, നമ്മുടെ കൂടാരത്തിനകത്തും ഒരു സ്വർഗീയ വിടുതൽ ഈ രാത്രി വ്യാപരിക്കപ്പെടും. पहरुए करने वाला जो लोगों को बिना जानकारी से अलग बंदी गृह में पड़ा हुआ और बंदी चोर डाकू लोगों को बिना पता चलते हुए, हालेलुया, अगर उनके लिए प्रभु स्वर्गदूतों को भेजकर अगर आपको उत्तर दिया है, तो मेरे प्रभु की लोगों, आज आप प्रार्थना करने वाला व्यक्ति हो, आपके लिए स्वर्गीय आशीष, स्वर्गीय उत्तर आज रात को संपूर्ण हालेलुया प्रभु का प्रेम, प्रभु का सामर्थ्य आपके लिए उतर आ रहा है. ആമേൻ. आमीन. രക്ഷപ്പെടാൻ പത്രോസിന്റെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല. वहां से बचने का कोई भी रास्ता पत्रोस के पास नहीं है. പത്രോസിന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാ. उनका हाथ पैर दोनों बांधा हुआ है जंजीर में. പക്ഷെ പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ ബന്ധനം അഴിഞ്ഞു മാറപ്പെട്ടു. प्रार्थना करने वाला कलीसिया के सामने जितने भी बड़ा बंधन हो वो खुल जाते हैं. ഇന്ന് രാത്രി നമ്മുടെ മീതെയുള്ള ബന്ധനങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും ബന്ധിച്ച ബന്ധനത്തെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ഒരു സ്വർഗം നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ഇറങ്ങി വരും. आपको बांधा हुआ बंधन कितने भी मजबूत हो, आपको उसको तोड़ते हुए अगर आप प्रार्थना करने वाला व्यक्ति हो, उस बंधन को तोड़ते हुए एक स्वर्गदूत आपका घर के हालेलुया भीतर उतर आ रहा है. സ്വർഗത്തിലെ ദൂതൻ, സ്വർഗീയ ദൂതൻ പത്രോസിനോട് പറയുക, പത്രോസേ നീ എഴുന്നേൽക്കുക. स्वर्गदूत उनको कह रहा है, हे पत्रोस उठ जा. ഈ രാത്രി സ്വർഗം നമ്മോട് പറയുക, നാം ആയിരിക്കുന്ന തലങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ നാം തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് വ്യാപരിക്കപ്പെടും. आज रात को स्वर्गदूत आपको कह रहा है, जहां आप बैठा है उस जगह से प्रभु का के लिए हालेलुया, अगर आप खड़ा हो जाओ, तुम्हारे लिए एक बंधन आज खुल जा रहा है. അവിടെ കാണുന്ന ഇങ്ങനെ, പത്രോസ് എഴുന്നേറ്റു, ഉടനെ അവന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു മാറി. हम देख सकता है वहां पत्रोस जैसे खड़ा हुआ, उनके हाथों में से बंधन खुल गया. ഈ രാത്രി നാം ആയിരിക്കുന്ന തലങ്ങളിൽ നിന്ന് എഴുന്നേക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചില ബന്ധനങ്ങൾ പൊട്ടിമാറപ്പെടും. आज रात को जिस मंडल में आप है, उस जगह से अगर आप उठ जाएगा, तो प्रभु आपका बंधन को खोलने के लिए आपके पास है. അടുത്ത ആലോചന ദൂതൻ പത്രോസിനോട് പറയുന്നു, പത്രോസേ വേഗത്തിൽ നിന്റെ അര കെട്ടുക. दूसरा संदेश प्रभु का दास को हालेलुया परमेश्वर की स्वर्गदूत दे रहा है, तुम अपनी कमर को कसको. പത്രോസ് അര കെട്ടണമെങ്കിൽ പത്രോസിന്റെ കൈകളിലെ ബന്ധനം അഴിയപ്പെടണം. हालेलुया, अगर पत्रोस अपना कमर को बांधना है, तो हालेलुया उनका हाथ का बंधन खुल जाना चाहिए. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ബന്ധനത്തെ അഴിച്ചു മാറ്റിയിട്ട പ്രാർത്ഥനയുടെ ഒരു മറുപടി, ഒരു പ്രാർത്ഥനയുടെ മറുപടിയുടെ ഒരു ദൂത് സ്വർഗം ഇന്ന് രാത്രി നിന്നോട് കൈമാറിക്കൊണ്ടിരിക്കുന്നത്.
हालेलुया, जब तक हालेलुया बंधन तुम्हारा खुलेगा नहीं, तब तक तुम्हारे जीवन को हालेलुया ये ध्यान करना, तुम्हारा उत्तर हालेलुया प्रभु नहीं देगा। हालेलुया, सबसे पहले तुमको बंधन को प्रभु खोलेगा। ഈ രാത്രി നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടോ? എന്റെ ബന്ധനത്തെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാ. आज रात को आप विश्वास करते हो, मेरा हालेलुया बंधन को प्रभु खुल रहा है। അടുത്ത ദൂത സ്വർഗം അവരോട് പറയുന്നു, ചെരുപ്പിടുക, വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. वहां आगे बोल रहा है, हालेलुया जूता पहनो और मेरे पीछे कपड़ा पहनकर मेरे पीछे हो लो। ഒരു ചോദ്യം പോലും പത്രോസ് ദൂതനോട് ചോദിക്കുന്നില്ല. एक सवाल भी पत्रोस दो स्वर्गदूत से नहीं कह रहा है। ഈ പത്രോസിന് നന്നായിട്ടറിയാം മുമ്പിൽ പല കവാടങ്ങൾ അടയപ്പെട്ട് കിടപ്പുണ്ടെന്ന്. हम अच्छी तरह से पत्रोस जानते हैं, ये जो बंदीगृह है उसके चारों ओर बहुत दरवाजे लगे हुए हैं करके पत्रोस अच्छी तरह से जानते हैं। അവന്റെ മുമ്പിൽ അവൻ കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പല തലങ്ങളിൽ അടയപ്പെട്ടിട്ടുണ്ട്. बहुत जगह पर वो जानता, जिस बंदीगृह में वो है बहुत दरवाजा आगे आगे बंद पड़ा है। പക്ഷെ പത്രോസിനോട് ചോദിച്ച, എന്താ പത്രോസ് തിരിച്ചൊരു ചോദ്യം, പുറകെ വരിക എന്നുള്ള ദൂതന്റെ ശബ്ദത്തിന് തിരിച്ചൊരു ചോദ്യം നീ ദൂതനോട് ചോദിക്കാത്തത്? पत्रोस से अगर आप पूछे, पत्रोस तू उल्टा एक सवाल ये स्वर्गदूत से क्यों नहीं पूछ रहा है? പത്രോസിന് പറയാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ. पत्रोस को एक ही उत्तर आपको देगा, എന്റെ വിഷയത്തിന് മുമ്പിലൂടെ സ്വർഗത്തിന്റെ ദൂതൻ നടന്നു നീങ്ങുന്നുണ്ട്. मेरे विषय के सामने स्वर्गीय दूत वो चल रहा है। ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മീതെ സ്വർഗത്തിന്റെ കരമുണ്ട്. आज रात को आपका विषय के सामने स्वर्गीय हाथ है। ദൂതൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, സ്വർഗം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. स्वर्गदूत अगर आपके सामने है तो सवाल की जरूरत नहीं। ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. आज रात को अगर स्वर्गदूत आपके सामने एक रास्ता अगर खोलेगा तो उसको बंधन बंद करने वाला कोई नहीं है। സ്വർഗം നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷാ തലങ്ങളിൽ, നമ്മുടെ ദേശത്തിന് വേണ്ടി ഒരു വാതിൽ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാണെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ നമ്മെ കൊണ്ട് കഴിയട്ടെ. पवित्र आत्मा में आप विश्वास कीजिए, हालेलुया स्वर्गदूत आज रात को आपका सेवकाई के जगह पर आपका जीवन की विषयों के सामने एक दरवाजा खोलने वाला दिन है करके आप विश्वास कीजिए। യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദാവീദിന്റെ ഗ്രഹത്തിന്റെ താക്കോലുള്ളവൻ തുറന്നാൽ അത് അടയ്ക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. हालेलुया, यशायाह नबी का वचन के अंदर लिखा है, हालेलुया अगर तुम्हारे लिए कोई खोल दिया तो दुनिया का कोई ताकत उसको बंद नहीं करता। ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം സ്വർഗമാണ് നമ്മുടെ മുമ്പിൽ വാതിൽ തുറക്കുന്നത്. आपके सामने खुला हुआ स्वर्गीय दरवाजे को दुनिया की कोई ताकत नहीं है उसको बंद करे। എല്ലാ വഴിയും ലോകം നമ്മുടെ മുമ്പിൽ അടച്ചു വച്ചാലും സ്വർഗം നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു വാതിൽ തുറക്കും. हालेलुया, दुनिया का हर एक लोग पूरी रास्ता आपके सामने बांध कर रखे, बंद कर रखे, ताला लगा कर रखे, स्वर्ग आपके लिए एक रास्ता खुला होगा। പലരുടെയും വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കുമോ? പ്രതീക്ഷ വെച്ച പല മുഖങ്ങളുണ്ട്. അവരുടെ മുമ്പിലുള്ള വാതിൽ ഒന്ന് തുറന്നാൽ എനിക്ക് വേണ്ടി ചില കരുതലുകൾ വെളിപ്പെടുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ പോയ പല വാതിലുകളും നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോഴും ഇന്ന് രാത്രി സ്വർഗം നമ്മോട് ദൂത് പറയുകയാ, തുറക്കാൻ കഴിവുള്ള ഒരുവൻ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ഇന്ന് രാത്രി ആ ദൈവം വിശ്വസ്തതയുള്ള ദൈവമാ. हालेलुया, आप जिसके ऊपर भी चाहत रखा, मेरे लिए उधर रास्ता खुल जाएगा, इधर रास्ता खुल जाएगा। अगर आपके सामने दुनिया की हर एक रास्ता बंद हो, आप जिसके सामने दंडवत किया है, जिसका नाम आपने जीवन में आप लिया है, चाहे दुनिया की हर एक रास्ता बंद हो, चाहे दुनिया हर लोग आपको छोड़ दिया जाए, लेकिन आपके लिए स्वर्गीय रास्ता खोलने वाला एक प्रभु है जो जिस पर आप विश्वास करते हो। പത്രോസിന്റെ മുമ്പിൽ പല പടയാളികൾ ചേർന്ന പത്രോസിന്റെ മുമ്പിലുള്ള വാതിലുകൾ അടച്ചത്. बहुत हालेलुया पहरुए एक साथ मिलकर पत्रोस के सामने का दरवाजे को बंद किया होगा। എന്നാൽ ഒരു പടയാളി പോലും ഇല്ലാതെ
പ്രാർത്ഥന പത്രോസിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന ഒരു താക്കോലായി മാറി. हालेलुया। एक भी पहरुए के बिना, प्रार्थना के द्वारा, सामर्थ्य के द्वारा, बिना पहरुए के हर एक दरवाजा पत्रोस के सामने खुल गया. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ചില ബന്ധനത്തിൽ കിടക്കുന്ന, ചില അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന താക്കോലായി മാറപ്പെടട്ടെ. आज रात को हालेलुया आपका प्रार्थना कुछ एक बंधन को खुल जाने वाला होना चाहिए. തമ്പുരാന് തുറക്കാൻ ഒരു സെക്കൻഡ് മതി. परमेश्वर को आपके लिए खोलने वाला हालेलुया एक ही पलक बहुत है. അതേ സ്ഥാനത്ത് തന്നെ ദൈവം അടയ്ക്കുന്ന ചില വാതിലുണ്ട്. इसी समय परमेश्वर बंद रखने वाला भी कुछ एक दरवाजा है. തമ്പുരാൻ അടയ്ക്കുന്ന വാതിലുകൾ തുറക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. परमेश्वर जो हालेलुया दरवाजा जो बंद करता है वो कोई भी उसको हालेलुया खोल नहीं सकता. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോഹയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. हालेलुया पुराना नियम में हम नूह के बारे में जानकारी मिलता है. നോഹയോട് ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നീ ഒരു പെട്ടകം പണിയണം. नूह को प्रभु कहता है तुम अपनी परिवार की बचत के लिए एक संदूक बनाओ, एक नाव बनाओ. പെട്ടകം പണിയുന്നത് നോഹയാ. हम देख सकता है नूह बनाता है ये जो नाव. പക്ഷെ പെട്ടകത്തിന്റെ അളവ് കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാ. वो संदूक का नाम दिया है स्वर्ग. സ്വർഗം പറയുന്ന അളവിൽ പണിയപ്പെട്ടാൽ മാത്രമേ മുൻപിൽ വരുന്ന പ്രതികൂലത്തെ ജയിക്കാൻ പെട്ടകത്തെ കൊണ്ട് കഴിയത്തുള്ളൂ. हालेलुया जब आप हालेलुया स्वर्गीय नाम के द्वारा जो अपना जीवन को, जो संदूक को अगर आप बनाएगा तो जीवन के हर एक मुश्किल परिस्थितियों का सामना करना बहुत आसान है. നോഹയോട് ചോദിച്ച, നോഹ എന്തിനാ സ്വർഗം പറയുന്ന അളവനുസരിച്ച് ഈ പെട്ടകം പണിയുന്നത്? नूह से आप पूछो, ए नूह तुम क्यों परमेश्वर ने दिया हुआ नाम के अनुसार ये संदूक क्यों बना रहा है? പെട്ടകം പണിയുന്നത് നീയല്ലേ? നോഹയുടെ ഇഷ്ടത്തിന് ആ പെട്ടകം പണിതാ പോരെ? क्योंकि संदूक बनाने वाला तो तू है, तू क्यों नहीं अपनी बुद्धि से बनाता है? പക്ഷെ നോഹയ്ക്ക് പറയാൻ ഒരു മറുപടി ഉണ്ട്. नूह के पास एक उत्तर है. ആകാശത്തു നിന്നും മഴ ഭൂമിയിലേക്ക് പെയ്യുകയാ. स्वर्ग से बारिश धरती की ओर आ रहा है. ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലോട്ട് പൊങ്ങുകയാ. धरती से पानी उड़ रहा है. പെട്ടകം പ്രളയത്തിന് മുകളിലുമല്ല, പ്രളയത്തിന് താഴെയുമല്ല. बंधु बाजा का संदूक नहीं, जो परमेश्वर ने बोला हुआ संदूक ना धरती पर है ना प्रलय के ऊपर है. ഈ പ്രതിസന്ധിയുടെ ഒത്ത നടുവിലൂടെയാ പെട്ടകം കടന്നു പോകുന്നത്. ये संदूक ये परिस्थिति का, मुश्किल परिस्थिति का बीच में से चलना है. ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ സ്വർഗത്തിന്റെ അളവ് ആ പെട്ടകത്തിനുണ്ടായിരിക്കണം. हालेलुया उस मुश्किल परिस्थितियों को, ये मुश्किल परिस्थितियों का सामना अगर उनको करना है तो एक नाप, स्वर्गीय नाप उसको उस संदूक के ऊपर होना चाहिए. സ്വർഗം പറഞ്ഞ അളവിനനുസരിച്ച് ആ പെട്ടകം പണിയപ്പെട്ടതെങ്കിൽ ഒരു പ്രളയത്തിനും ആ പെട്ടകത്തെ മുക്കിക്കളയാൻ കഴിയത്തില്ല. अगर स्वर्ग बोला हुआ नाप के अनुसार वो संदूक नूह ने बनाया तो दुनिया की कोई ताकत नहीं है, कोई प्रलय नहीं है, कोई बाढ़ नहीं है, वो संदूक को डुबा दे. നോഹയെയും കുടുംബത്തെയും ജീവജാലങ്ങളെല്ലാം പെട്ടകത്തിനകത്ത് കയറ്റി സ്വർഗം പെട്ടകത്തിന്റെ വാതിലടച്ചു. हम देख सकता है नूह को, अपनी पत्नी को, अपने बच्चों को, अपनी बहुओं को वो संदूक के अंदर, नाव के अंदर रहकर परमेश्वर ने उसके दरवाजे को बंद किया. നോഹയുടെ തലമുറയ്ക്ക് ചോദിക്കാൻ അനേക ചോദ്യങ്ങളുണ്ട്. हम वो नूह का पीढ़ियों को पूछने का एक बहुत सवाल वहां है. അപ്പൊ നീണ്ട വർഷങ്ങൾ കാത്തിരുന്നല്ലേ നാം ഈ പെട്ടകം പണിതത്? आप नूह का बच्चे लोग ये पूछ सकता है, पिताजी कम से कम 120 साल लेकर हमने ये संदूक बनाया है. ഈ പെട്ടകം പണിയാനുള്ള മരങ്ങൾ വെട്ടാൻ ഞങ്ങളും സഹായിച്ചതല്ലേ? ये संदूक बनाने वाला जो लकड़ियों को काटने के लिए हमने भी आपको मदद किया है. പിന്നെ എന്തുകൊണ്ടാ നാം പണിത പെട്ടകത്തിന്റെ വാതിൽ സ്വർഗം അടച്ചത്? എന്തിനാ?
अगर ऐसा है तो हमने बनाया हुआ संदूक का दरवाजा स्वर्ग क्यों बंद किया? ഒരു പക്ഷെ സ്വർഗം വാതിൽ അടയ്ക്കുമ്പോൾ നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം. हो सकता है कभी जब स्वर्ग आपकी दरवाजा बंद करेगा आपको थोड़ा सा कठिनाई आते हैं. എന്നാൽ പെട്ടകം അരാരോത്ത് പർവ്വതത്തിൽ ഉറച്ച ദിനത്തിൽ നോഹയുടെ തലമുറയ്ക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നു. अरारात पहाड़ के ऊपर जब नाव वहां लग गया तब नूह को बोलने का एक सवाल था. സ്വർഗം പെട്ടകത്തിന്റെ വാതിൽ അടച്ചതിന് പിന്നിൽ വലിയൊരു ദൈവിക പദ്ധതിയുണ്ട്. परमेश्वर उसका दरवाजा बंद करने के पीछे परमेश्वर की एक बहुत बड़ा योजना उसमें थी. ഇന്ന് പകൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ പ്രതീക്ഷ വെച്ച പല വഴികളും അടയപ്പെടുമ്പോൾ ഓർക്കുക, അതിന്റെ അകത്ത് ഒരു ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരാനുണ്ട്. हम मेरे को सुनने वाला प्रभु के दासों दासियों और प्रभु की भक्तों, मैं आपको ये संदेश देना चाहता हूं, आपके सामने अगर कोई भी दरवाजा अगर बंद हुआ है तो इसके पीछे प्रभु का एक बहुत बड़ा योजना है. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം യേശുവിന്റെ ഒരു കല്ലറ. नया नियम में हम देख सकता है यीशु मसीह का एक खबर. ലോകം അതിന്റെ മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ച് മുദ്ര വെച്ച് അടച്ചിരിക്കുകയാണ്. हम देख सकते हैं दुनिया का लोग उस खबर के सामने एक बहुत बड़ा पत्थर को रखकर उसको मोहर लगा दिया. ലോകവും ജഡവും പിശാചും കൂടെ ഒന്നിച്ചു കൊട്ടിയടച്ചു കല്ലറയുടെ മുമ്പിലുള്ള വാതിൽ. शैतान और दुनिया और धरती का लोग मिलकर देखा परमेश्वर यीशु मसीह की खबर को सामने बहुत बड़ा पत्थर रखकर उसके ऊपर मोहर लगा दिया. ഏതാണ്ട് 45 ടൺ ഭാരമുള്ള വലിയൊരു കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. इतिहास के अनुसार 45,000 किलो भार वाला एक बहुत बड़ा पत्थर है यीशु मसीह का कब्र के सामने जो रखा था. ആ കല്ലിന്റെ മുകളിലായിട്ട് ഒരു മുദ്രയുണ്ട്. उस पत्थर के ऊपर एक बहुत बड़ा मोहर लगा हुआ है. പക്ഷെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് കല്ലിന്റെ ഭാരം ഒരു വിഷയമല്ല. पुनरुत्थान का सामर्थ्य को पत्थर का भारी कोई मतलब नहीं है. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ എത്ര ടൺ ഭാരമുള്ളതാണെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മുമ്പിൽ സ്വർഗത്തിന് നമ്മുടെ ഭാരം ഒരു വിഷയമല്ല. आपका जीवन का सामने बहुत बड़ा बोझ, बहुत बड़ा वजन वाली बात दुनिया कोई उसका नहीं कर सकता. आपकी मदद इतने भी बड़ी बात रहा हो पवित्र आत्मा के लिए वो वचन कोई बात नहीं है. നിനക്ക് വേണ്ടി ഒരു വാതിൽ സ്വർഗം തുറക്കാൻ തയ്യാറായി ഇന്ന് രാത്രി. आपके लिए एक दरवाजा स्वर्ग खोलने जा रहा है. പുനരുത്ഥാനത്തിന്റെ ശക്തി വന്നപ്പോ കല്ലറയുടെ വാതിൽ സ്വയമേ തുറന്നുപോയി. पुनरुत्थान का शक्ति जब पत्थर के ऊपर आया वो 45,000 किलो वाला हालेलुया जो पत्थर है पता नहीं किस तरफ चला गया. കാലം ഒത്തിരി മുൻപോട്ട് പോയിട്ടും ആ കല്ലറയുടെ വാതിൽ അടയ്ക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഇന്നേ വരെ സാധിച്ചില്ല. आज तक हालेलुया इतना आगे बढ़ गया दुनिया, फिर भी हालेलुया उस दरवाजा बंद करना के लिए दुनिया की किसी ताकत को नहीं लग पाया. ഇന്ന് യേശുവിന്റെ കല്ലറ തുറന്നാ കിടക്കുന്നത്. आज भी यीशु मसीह की खबर खुले. കാരണം അതിന്റെ മറുപടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ പറയും, സ്വർഗം തുറന്നാൽ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. उसके बारे में अगर आप प्रभु की भक्तों से पूछेगा आप ये ये बोलेगा अगर स्वर्ग आपके लिए खोल दिया दुनिया की किसी की ताकत नहीं है हालेलुया उसको छू ले. ദൈവം തുറന്നാൽ ചിലത് ചരിത്ര സംഭവമായി മാറും. अगर परमेश्वर आपके लिए खोल दिया तो कुछ एक बाद इतिहास बन जाता है. ഈ 2020 ജൂലൈ മാസം 1-ാം തീയതി രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവവാദപീഠത്തിൽ ഇരിക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി ചരിത്ര സംഭവമായി ചില വിടുതലുകൾ ഞാൻ പാർക്കുന്ന കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. आज रात को विश्वास करने के लिए तैयार है. 2020 1 जुलाई आज रात को आपकी घर के अंदर आज तक आप सपना में भी नहीं सोच सकता उसी तरीके से एक बहुत बड़ा छुटकारा आपके घर के अंदर होने जा रहा है. आप विश्वास करने के लिए तैयार हो? ആമേൻ. സ്തോത്രം. യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്ന ഒരു യോഹന്നാൻ
पत्मोस द्वीप में जो यूहन्ना था, प्रभु का दास, പത്മോസ് ദ്വീപിന്റെ ചുറ്റുമുള്ള എല്ലാ വഴികളും അടഞ്ഞു കിടക്കുക. हम देख सकता है पत्मोस द्वीप का चारों ओर का हर एक चीज बंद पड़ा है. പുറത്തെ കണ്ണുകൊണ്ട് യോഹന്നാൻ നോക്കിയാൽ സകല വഴികളും ദ്വീപിൽ അടയപ്പെട്ട് കിടക്കുന്നു. हम देख सकता है बाहर की तरफ, अगर पत्मोस द्वीप के अंदर से यूहन्ना अगर देखेगा तो हर चीज बंद पड़ा है. പക്ഷെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. प्रकाशित वाक्य 4 अध्याय पहला वचन में यह देखा है, യോഹന്നാൻ കാണുന്നു സ്വർഗം അവന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. यूहन्ना देख रहा है स्वर्ग उनके सामने खुल गया है. നിനക്ക് കിട്ടേണ്ട അവകാശം തരാതെ പലതും നിന്റെ മുമ്പിൽ അടച്ചു കളയാൻ ദുഷ്ടപിശാച് നിനക്കെതിരെ കണികൾ ഒരുക്കിയെന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രി ആത്മസാന്നിധ്യത്തിൽ തിരിച്ചറിയാൻ കഴിയണം, ഒരു വാതിൽ സ്വർഗം എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. दुनिया का हर एक लोग आपको छोड़ दिया, आपको मिलने वाले हकों को खींच लिया होगा. आप घबराओ मत, सर्वशक्तिमान परमेश्वर आपके लिए स्वर्ग से एक हालेलुया, एक स्वर्ग में आपके लिए कुछ खोल कर रखा है, हालेलुया, जो आपको मिलने वाला है. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലത് പുറത്തു വരണമെങ്കിൽ ചില വാതിലുകൾ തുറന്നേ പറ്റൂ. हालेलुया, बंधा हुआ कुछ चीज आपके सामने अगर खुलना है तो आप देखो, आज प्रभु हालेलुया कुछ एक चीज बाहर लाने वाला है. ഭാരതത്തിൽ ചില ദൈവിക വിടുതൽ നടക്കപ്പെടണമെങ്കിൽ പിശാചിന്റെ ചില ബന്ധനങ്ങൾ തകരപ്പെടണം. भारत के अंदर अगर कुछ एक बातें अगर होना है तो, कुछ छुटकारा अगर होना है तो शैतान के कुछ एक बंधन को तोड़ना पड़ेगा. ദാനിയേലും തന്റെ കൂടെയുള്ള യഹൂദ ബാലന്മാരും ബന്ധിക്കപ്പെട്ടവരായി കിടക്കുക. हालेलुया, हम देख सकता है दानिയേൽ और उनके साथ कुछ एक बच्चे लोग बंधन में पड़ा है. പക്ഷെ അവർ പറയുന്ന അതിപ്രധാനമായ ഒരു വാചകമുണ്ട്. लेकिन हालेलुया, वो लोग बोलने वाला एक बहुत बड़ी परम प्रधान बात है, മുൻപിൽ എരിയുന്ന തീച്ചൂള കാണുകയാ. उनके सामने हालेलुया एक हालेलुया बहुत बड़ा आग का भट्टी दिखाई दे रहा है. ആ ആഴിയെ കണ്ടുകൊണ്ട് അവർ പറയുന്ന വാചകങ്ങൾ ഇതാണ്, वो बहुत बड़ा आग की भट्टी को देखकर वो लोग ये कह रहा है, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. कि हम जिसकी उपासना करते हैं वो सर्वशक्तिमान हमको आग की भट्टी से भी छुटकारा देगा. ഈ രാത്രി ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ? ഞാൻ സേവിക്കുന്ന ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. आज रात को ये विश्वास आपके अंदर है क्या? आप जिसकी उपासना करता है वो सर्वशक्तिमान आपको आग की भट्टी से भी निकालेगा. ഞാൻ സേവിക്കുന്ന ദൈവം സൗഖ്യദായകനാണ്. आप जिसकी उपासना करता है वो परम सर्वशक्तिमान आपको चंगाई देगा. आप विश्वास कर रहे हो? ഈ രാത്രി വിശ്വാസത്തോടെ നമ്മുടെ ശരീരത്തിന് മീതെയുള്ള രോഗങ്ങളുടെ മേൽ കൈവച്ചൊന്ന് പറയാൻ പറ്റുമോ, വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. आज रात को आपकी बीमारी के ऊपर आप हाथ रखकर ये बोल सकता है कि मेरे को छुटकारा देने वाला एक सर्वशक्तिमान के ऊपर मैं विश्वास करता हूं. आप अपने मुंह से बोलिए, യേശു സൗഖ്യദായകനാണ്. यीशु छुटकारा चंगाई देने वाला प्रभु है. വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച യഹൂദ ബാലന്മാർക്ക് വേണ്ടി കത്തുന്ന തീക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. विश्वास का बात कहने वाला शंद्रक मेशक अबेदनो यहूदी बालकों के बीच में स्वर्गीय परमेश्वर उस आग का भट्टी के अंदर उतर आया है. പ്രതിസന്ധികൾ ഇന്ന് രാത്രി ഉയർന്നു വരട്ടെ. कितने भी मुश्किल परिस्थिति आपके सामने आगे बढ़ते जाए, ചുറ്റുവട്ടത്തു നിന്ന് പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. आपकी चारों ओर कितने भी बहुत परिस्थिति मुश्किल परिस्थिति बन जाए, लेकिन आपके लिए प्रार्थना करने वाला कुछ लोग दुनिया की कोने में हैं. ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന്റെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. आज रात को आपकी प्रार्थना को उत्तर देने के लिए स्वर्गीय परमेश्वर आपके पास उतर आएगा. ഇവിടെ നാം കാണുന്നു, നാം വായിച്ച വാക്യത്തിൽ നാം കാണുന്നു, പത്രോസിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുകയാ. हम देख सकता है, हम जिस वचन को पढ़ा, पत्रोस के सामने एक दरवाजा खुला है. ദൂതൻ അവനോട് പറയുന്നു, പത്രോസ് നീ എന്റെ പിന്നാലെ വരിക.
वहां दूत उनको कहता है, ए पत्रोस मेरे पीछे हो ले। ദൈവശബ്ദം കേട്ട് പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായവന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെട്ടു. जो परमेश्वर की आवाज को सुनकर हालेलुया जो व्यक्ति कदम रखा है उस व्यक्ति के सामने दरवाजे अपने आप खुल गया। അവർ ഒന്നാമത്തെ വാതിലും രണ്ടാമത്തെ വാതിലും കടന്നു. वो पहला दरवाजा और दूसरा दरवाजा पार किया। അടുത്ത ചോദ്യം പത്രോസ് ചോദിക്കുന്നില്ല, തമ്പുരാനെ ഒന്നാമത്തതും രണ്ടാമത്തതും കടന്നല്ലോ, ഇനി എനിക്ക് വേണ്ടി ആരാ ഇരുമ്പ് വാതിലൊന്ന് തുറന്നു മാറ്റുന്നതെന്നൊരു ചോദ്യം പത്രോസിന്റെ അകത്ത് ഉയർന്നില്ല. वहां हम देख सकता है पत्रोस कभी ये नहीं पूछा, पिताजी पहला दरवाजा और दूसरा दरवाजा मेरे लिए खुल गया है, आगे का दरवाजा मेरे लिए जो लोह का दरवाजा कौन खोलेगा करके उनके अंदर शक नहीं आया। പത്രോസിന് നന്നായിട്ട് അറിയാം, എനിക്ക് വേണ്ടി തുറക്കാൻ കഴിവുള്ള ഒരുവന്റെ വാക്ക് കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. पत्रोस अच्छी तरह से जानता है मुझसे हालेलुया मेरे लिए खोलने दरवाजों को खोलने का हालेलुया सामर्थ्य रखने वाला के एक का आवाज सुनकर मैं निकल आया है। ഈ രാത്രി പ്രതീക്ഷിക്കാത്ത ഒരു വാതിൽ സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കും. आज रात को हालेलुया कभी आप सोच नहीं सकता उस तरीके का एक दरवाजा आपके लिए प्रभु खोलेगा। നാളുകളായി ആരോടും പറയാതെ നിന്റെ ഭവനത്തിനകത്ത് നീ നെടുവീർപ്പെടുന്ന കരയുന്ന ചില വിഷയത്തിന്റെ മുമ്പിൽ ഈ രാത്രി ഒരു വാതിൽ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ തയ്യാറാണ്. आज बहुत दिन से तुम प्रार्थना करने वाला एक बात के ऊपर प्रभु तुम्हारी प्रार्थना के उत्तर को लेकर आज रात को तुम्हारे लिए एक दरवाजा खोलने जा रहा है। നാം അവിടെ കാണുന്നു, പട്ടണത്തിന് മുമ്പിലുള്ള ഇരുമ്പ് വാതിലും അവരുടെ മുമ്പിൽ സ്വയമേ തുറന്നു മാറി. हम देख सकता है वहां जो बाजार के सामने जो सामने के लिए जो दरवाजे थे वो भी उनके सामने खुल गया। ഈ രാത്രി നമ്മുടെ അധരം കൊണ്ടൊന്ന് പറയാമോ, എന്റെ മുമ്പിൽ ചില വാതിലുകൾ സ്വയമേ തുറക്കപ്പെടുകയാ. आज रात को आप बोल सकते हैं अपनी जबान से, मेरे जीवन में भी कुछ एक दरवाजा अपने आप खुल रहा है करके आप बोल सकते हो। ഈ രാത്രി ഈ ദൂത് ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ മുമ്പിൽ അടയപ്പെട്ട ചില വാതിലുകൾ തുറക്കുമെന്ന് അധരം കൊണ്ടൊന്ന് പറയാൻ ഈ രാത്രി തയ്യാറുണ്ടോ? आज रात को और अपने मुंह से आप बोल सकता है, मेरे सामने बंद पड़ा हुआ दरवाजा है, मेरे लिए प्रभु आज रात को खोल रहा है करके आप अपनी मुंह से एक बार कह सकते हो। ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇരുമ്പ് വാതിൽ കടന്നു, പത്രോസും ദൂതനും ഒരുമിച്ച് ഇരുമ്പ് വാതിലിന് വെളി വന്നു. हम देख सकता है हालेलुया लोह का दरवाजे को खोलकर प्रभु का दास प्रभु का स्वर्गदूत और पत्रोस बाहर आ गया। നാം അവിടെ കാണുന്നു, ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. वहां हम देख सकते जैसे बाहर आया तुरंत स्वर्गदूत उनको छोड़कर चला गया। പ്രതിസന്ധിയുടെ അകത്തുനിന്ന് സുരക്ഷിതമായി സ്വർഗം നിന്നെ പുറത്തിറക്കും. जितने भी मुश्किल परिस्थिति के सामने से स्वर्ग तुमको बाहर लाएगा। പ്രതികൂലത്തിനകത്തു സുരക്ഷിതമായ ഒരു കരം നിന്റെ മീതെയുണ്ട്. जितने भी प्रतिकूल अवस्था है वहां से सुरक्षित रीति से तेरे को बाहर लाने वाला एक सुरक्षित हाथ है तेरे साथ है। സുരക്ഷിതമായ താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാ. हम सुरक्षित जगह में आप पहुंचने के बाद अपने आप को बचाना आपका काम है। വിശ്വാസ ജീവിതം വളരെ സൂക്ഷിച്ച് മുൻപോട്ട് പോകേണ്ട കാലഘട്ടമായത്. विश्वास की जीवन बड़े सुरक्षित रीति से लेकर चलने वाला समय है इस समय। ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. इस समय अगर आपको जीवित रहना है तो प्रार्थना का एक बहुत बड़ा सामर्थ्य जरूरी है। നമ്മൾ അവിടെ കാണുന്നു, അപ്പോൾ പത്രോസിന് സുബോധം വന്നു. वहां हम देख सकता है तब पत्रोस होश में आया। അതിനർത്ഥം അതുവരെ അവൻ ഉറങ്ങിക്കിടന്ന ഒരവസ്ഥയിൽ ഉറങ്ങിയവനെ പോലെ പത്രോസ് എന്ത് ചെയ്യുക, ഇരുമ്പ് വാതിലിന് വെളി വരെ വന്നു. हम देख सकते इसका मतलब है बिना होश से बेहोश से वो लोह का दरवाजे तक आया करके हम देख सकता है।
പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ലാതെന്ന് പത്രോസ് പോലും ചിന്തിച്ച് കിടന്നുറങ്ങുന്ന കാരാഗ്രഹത്തിനകത്ത് സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ നടന്നെങ്കിൽ ഇന്ന് രാത്രി സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ ആത്മാവ് നിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടിറക്കും. हालेलुया, स्वप्नों की जैसा, हालेलुया, स्वप्न की तरह पत्रोस अगर जिंदगी से अगर बाहर आया है तो आपका जीवन में, आपका घर में आज तक सोच नहीं सकता उस तरीके से कुछ बात आपकी जीवन में होने जा रहा है. പത്രോസ് പ്രാർത്ഥിക്കുന്നവരുടെ ഭവനത്തിനകത്തേക്ക് ഓടിപ്പോകുകയാ. हम वहां देख सकता है पत्रोस प्रार्थना करने वाले के ओर भाग के जा रहा है. പത്രോസിനോട് ചോദിച്ചാൽ എന്തിനാ പ്രാർത്ഥിക്കുന്നവരുടെ കൂടാരത്തിലേക്ക് ഓടിപ്പോകുന്നേ? आप एक बार उनसे पूछे, हे पत्रोस, तुम प्रार्थना करने वाले के पास क्यों भाग रहे हो? നമ്മളൊക്കെ പലപ്പോഴും പാസ്റ്റർമാരോടും ചർച്ചിലെ വിശ്വാസികളോടും പ്രാർത്ഥിക്കാൻ പറയുന്നവരാ. हम बहुत बार हालेलुया चर्च की लोगों को ये बोलता है, मेरे लिए प्रार्थना करो, मेरे लिए प्रार्थना करो. പക്ഷെ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അറിയാറില്ല. लेकिन छुटकारा मिलने के बाद जिसने आपके लिए प्रार्थना किया है उसको कभी आप एक बार भी नहीं बुलाकर बोलता है. നമ്മുടെ പാസ്റ്ററുടെ, നമ്മുടെ സെൻട്രൽ പാസ്റ്ററെ ഒക്കെ വിളിച്ച് നാം പറയാൻ തയ്യാറാവണം, പ്രാർത്ഥിച്ച വിഷയത്തിനൊരു മറുപടി ഉണ്ടായി. हालेलुया, प्रार्थना किया हुआ विषय के लिए उत्तर जब मिल जाता है आपका लिए, जिन्होंने बिछुआई बना है उनके लिए आपको बोलना बहुत जरूरी है. ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ ഭവനത്തിന് മുൻപിൽ വാതിക്കൽ ചെന്ന് പത്രോസ് നിൽക്കുകയാ. यहाँ देखो पत्रोस खड़ा है, जहां इनके लिए प्रार्थना कर रहे थे उस कलीसिया के सामने जाकर पत्रोस खड़ा है. ആ വാതിൽ തുറക്കാൻ സ്വർഗത്തിലെ ദൈവം വന്നില്ല. वो दरवाजा खोलने के लिए स्वर्गीय परमेश्वर नहीं आया. എന്താന്ന് ചോദിച്ചാൽ അവരോട് പ്രാർത്ഥിക്കുന്നവർ അടച്ചു വെച്ച വാതിൽ അവർ തന്നെ തുറന്നു മാറ്റണം. हालेलुया, जिन्होंने प्रार्थना करने वाला बांधा हुआ दरवाजा वही लोग खुद हालेलुया खोलना पड़ेगा. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. आज रात को मैं आपके सामने ये वचन को समाप्त करना चाह रहा हूं. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇതാ. ഒന്ന്, പ്രാർത്ഥിക്കുന്നതിന് ശ്രദ്ധയോടെ വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. आज रात को मैं ये बोलना चाहता हूं, बड़े लवलीन होकर प्रार्थना कीजिए. 2 വിഷയങ്ങളെ ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. दूसरा है, विषयों को लेकर आपको प्रार्थना करना जरूरी है. മൂന്ന്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. तीसरा है, आप परमेश्वर से प्रार्थना कीजिए. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയട്ടെ. आज थोड़ी देर के लिए हम अपनी आंखें प्रभु के सामने. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? 1 मिनट आप परमेश्वर से प्रार्थना करने के लिए तैयार है क्या? കർത്താവെ, പ്രാർത്ഥനാ തലത്തിൽ ഒന്നും കൂടെ വളരാൻ ഒരു കൃപ എനിക്ക് വേണം. पिताजी, प्रार्थना का हालेलुया तल में बढ़ने का एक सामर्थ्य मुझे दीजिए. പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പുതിയ മനുഷ്യനായി ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗം എന്നെ തീർക്കണം. पिताजी, प्रार्थना के अंदर उतर आने वाला एक नया व्यक्ति बनाइए मुझे. സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ എന്റെ പ്രാർത്ഥനാ റൂമിൽ ഈ ദിവസങ്ങളിൽ എനിക്ക് പ്രാപിച്ചെടുക്കണം. पिताजी, स्वप्न देखने जैसा कुछ एक प्रार्थना का उत्तर मेरे जीवन में मिलने पाए. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. मेरा स्वर्गीय पिता, हम आपको धन्यवाद करते हैं. അല്പനിമിഷം പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം സമയം നൽകിയല്ലോ. थोड़ी देर प्रार्थना का विषय के बारे में चर्चा करने के लिए आपने हमको अवसर दिया. ഈ സൂം മീറ്റിംഗിലൂടെ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. पिताजी, आज ये जूम मीटिंग के द्वारा जो लोग भी ये वचन सुना है वो सबको आपका हाथ पे देते हैं. അവർ ഏതൊക്കെ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനൊക്കെ മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരണമേ. पिताजी, ये लोग जिस विषय के लिए आपके चरणों में प्रार्थना कर रहा है, पिताजी उसमें लवली लगा कर रहकर उसके उत्तर पाने के लिए उनको अभिषेक कीजिए. ദൈവദാസന്മാരെ ഒക്കെ ദൈവാത്മാവ് ഉപയോഗിക്കണമേ. परमेश्वर की दासों को प्रभु जी आप इस्तेमाल कीजिए.
അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. उनके साथ सेवा करने वाला हर एक लोगों को प्रभु जी आशीष दीजिए. പിന്നെയും ഞങ്ങളുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കും. पिताजी आपकी नाम की महिमा के लिए आप हमको इस्तेमाल कीजिए. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. प्रभु की पवित्र नाम में आमीन. अभी प्रभु का दास ओम प्रकाश पास्टर अनुग्रहकारी दयालु पिता परमेश्वर, हालेलुया 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 हालेलुया। दया करने वाला परमेश्वर, हालेलुया। फिर एक बार रात्रि के समय में तेरे सन्मुख में चले आते हैं पिता, हालेलुया। तू प्रभु सर्वशक्तिमान, सर्वज्ञानी, सर्वव्यापी है, शुद्ध प्रेमी है पिता यीशु, हालेलुया। इसलिए हम तुझे लाखों लाख धन्यवाद करते पिता। धन्यवाद हो, धन्यवाद हो, धन्यवाद हो। हाँ पिता परमेश्वर, खास करके पिता हम प्रार्थना करते हैं परमेश्वर के दास के लिए प्रभु, हालेलुया हालेलुया। प्रिय दास के द्वारा प्रभु जी, हालेलुया, जो प्रभु कलाम को सुनाया गया पिता परमेश्वर, जो विषय था वो प्रार्थना का, हालेलुया हालेलुया। जो लाव लगा करके प्रार्थना प्रभु जी पत्रस के लिया, वो कलेसिया ने मिल करके किया राजा, हालेलुया। उनके द्वारा परमेश्वर उसे छुटकारा दिया, आशीष दिया, और पत्र जा करके उनके लिए, हालेलुया, इंतजार किया पिता, हालेलुया। ये सारे बातों को देखें, हाँ पिता परमेश्वर, ये वचनों के द्वारा हमें यही अभिषेक मिलता प्रभु, एक सीख मिलता राजा, हालेलुया। प्रार्थना एक ऐसा कुंजी है जो हर बंद दरवाजा को खोल सकता है पिता, हालेलुया। धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो, हालेलुया। ओ प्रभु परमेश्वर, हम प्रार्थना में देखें जो प्रभु जी के जीवन में पिता, हालेलुया, और यीशु मसीह को जो गड़ा गया, वो 45,000 किलो का जो पत्थर था प्रभु जी, वो हट गया और उसके लिए दरवाजा वो खुल गया। आज भी कब्र खुला है प्रभु जी, ये जीवित प्रमाण है प्रभु, हालेलुया। परमेश्वर के दास के द्वारा हमने सुना प्रभु जी, ये ताकत दिया, हियाव को दिया राजा, हालेलुया। इसलिए उनके प्रभु जी और अभिषेक कीजिए और हिम्मत दीजिए, ताकत दीजिए प्रभु जी। उनके परिवार में प्रभु, उनको प्रभु और अभिषेक कीजिए, दया कीजिए, हालेलुया। ओ धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो। एक एक लोगों को प्रभु वचन के द्वारा तू सुना प्रभु जी, हृदय को छुआ प्रभु जी, इसके लिए धन्यवाद करते प्रभु जी। धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो। संद्रक में सकवेदनों को द्वारा प्रभु, हालेलुया, ओ प्रार्थना का द्वारा प्रभु, उसमें प्रभु स्वर्गदूत हो प्रभु आया प्रभु, हालेलुया। ओ पिता परमेश्वर, आज हम लोग को प्रभु जी रात्रि के समय में पिता, हालेलुया, जब हम प्रार्थना के बल, घुटने के बल प्रभु जी रहते प्रभु जी, वो स्वर्गदूत साथ है प्रभु जी, वो हर कामों को संभव करता है प्रभु जी। इस बातों से हमें आज्ञा दिया प्रभु जी और ये साहस कराया, इसके लिए धन्यवाद करते प्रभु जी। धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो प्रभु जी, हालेलुया। इसलिए प्रभु शुभ रात्रि में प्रभु जी हर एक लोगों को प्रभु जी ये वचन के द्वारा आशीषित किया प्रभु जी, हालेलुया। और सबों को प्रभु, हालेलुया, ये प्रभु शुभ रात्रि बीतने के लिए हम प्रार्थना करते प्रभु जी। आज के दिन में प्रभु जो सोचे होंगे प्रभु जी, जो बातें होगा प्रभु जी, जो शैतान के बंधने होगा, जो गरीबी के बंधने होगा, जो प्रभु जी और अनसा के बंधने होगा प्रभु, यीशु के नाम से वो टूट रहा है पिता, हालेलुया। ओ दरवाजा उसके लिए खुल रहा है पिता। आशीष का प्रभु, दया कर, दया कर, दया कर, दया कर। तेरे दास दासी, तेरे भक्त प्रभु जो जुड़े हैं प्रभु जी, हर एक लोगों को जीवन में प्रभु जी वो बीमारी के बंधन तोड़ता है प्रभु, हालेलुया हालेलुया। ओ पिता उसके लिए बंधन को खोल रहा है प्रभु जी। पत्रस के जीवन में प्रभु उसके बंधनों को, ओ प्रभु दरवाजा को खोल दिया राजा, इसको हमने देखा राजा, हालेलुया। धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो। आशीष करे प्रभु जी इस वचन को हृदय में लेकर के प्रभु जी जीवन में आगे बढ़ने के लिए एक एक लोगों को तू पिता परमेश्वर तू सहायता कीजिए राजा, खास करके तेरे प्रिय दास के लिए प्रभु जी, हालेलुया। ओ पिता परमेश्वर, ओ सिमू सर जी के लिए प्रार्थना करते प्रभु जी, उनके जीवन में प्रभु जी और अगुवाई प्रभु जी, उन ताकत और भर दीजिए जो उनके नेतृत्व में प्रभु चलता है, जो मीटिंग हमेशा लगातार चलने के लिए प्रभु जी, इसमें जो हम जुड़ते प्रभु ताकत देता है, याद देता है, इसके लिए धन्यवाद करते प्रभु जी। दया करिए हर एक जुड़े हुए व्यक्ति को प्रभु जी, हर एक तेरे दासों को तेरे हाथ में समर्पण करे। फिर से प्रभु जी तेरे दास को प्रभु जी हाथ में समर्पण, जो कलाम को बांटे प्रभु शीशों को दीजिएगा सारा आदर इज्जत महिमा ओ प्रभु तुझे देते हैं, यीशु के नाम से मांगते पिता, सुन और दया से ग्रहण कर। आमीन आमीन। Amen. Amen.